നമഃശിവായ. അമ്മയുടെ സന്ദേശം. മക്കളെ, രോഗങ്ങൾ വരാതിരിക്കാനും തടി കുറയ്ക്കാനും വേണ്ടി ആഹാര നിയന്ത്രണവും മുടങ്ങാതെയുള്ള വ്യായാമവും നമ്മൾ ശീലിക്കുന്നു. ശരീരത്തിന് എത്രമാത്രം ആരോഗ്യവും സൗന്ദര്യവും ഉണ്ടായാലും മനസ്സിൻ്റെ ആരോഗ്യം നഷ്ടമായാൽ അത് ശരീരത്തെയും ദുർബലമാക്കും. അതുകൊണ്ട് ശരീരത്തിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ മനസ്സിൻ്റെ ആരോഗ്യവും നിലനിർത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. അനാവശ്യ ചിന്തകളെ വെറുതെ ക്ഷണിച്ചു വരുത്തി അവയെ മനസ്സിലിട്ട് താലോലിക്കുന്നത് ഇന്ന് മനുഷ്യൻ്റെ ശീലമാണ്. അമ്മ ഒരു കഥ ഓർക്കുന്നു. ഒരാൾ രാവിലെ പത്രം വായിക്കുകയാണ്. മൂക്കത്ത് കണ്ണടയുണ്ട്. അദ്ദേഹം ആദ്യം പത്രം കുറച്ചു നേരം അടുത്തു പിടിച്ചു നോക്കി. പിന്നീട് അല്പം അകറ്റി പിടിച്ചു നോക്കി. അത് കഴിഞ്ഞ് ചാനും ചെരിഞ്ഞും നോക്കി. കുനിഞ്ഞും മലർന്നു കിടന്നും നോക്കി. പത്രം വായിക്കാൻ അദ്ദേഹം ഇത്രയധികം പാടുപെടുന്നത് കണ്ട് അയൽക്കാരൻ ചോദിച്ചു, "എന്താ, കണ്ണട ശരിയാകുന്നില്ലേ? അതിൻ്റെ ചില്ലു മാറ്റാൻ സമയമായി കാണും. അതാണ് ഇത്ര ബുദ്ധിമുട്ട്." "ഏയ്, വാസ്തവത്തിൽ എനിക്ക് വായിക്കാൻ കണ്ണടയുടെ ആവശ്യമില്ല. പിന്നെന്തിനാണ് നിങ്ങൾ കണ്ണട വെച്ചിരിക്കുന്നത്?" അയൽവാസി ചോദിച്ചു. "രാവിലെ നടക്കാൻ പോയ വഴിയിൽ കിടന്നു കിട്ടിയ കണ്ണടയാണ്. അത് വെറുതെ ഒന്ന് വെച്ച് നോക്കിയതാണ്." തനിക്കാവശ്യമില്ലാതെ കണ്ണട വെച്ച് കാരണമില്ലാതെ ബുദ്ധിമുട്ടുന്ന ഈ മനുഷ്യനെ പോലെയാണ് ഇന്ന് പലരും. കണ്ണിന് പ്രത്യേകിച്ച് തകരാറൊന്നുമില്ലാതെ ഒരാൾ കണ്ണട വെച്ച് വായിക്കാൻ ശ്രമിച്ചാൽ അത് കാഴ്ചശക്തിയെ പ്രതികൂലമായി ബാധിക്കും. അതുപോലെ ആവശ്യമില്ലാതെ ചിന്തകൾക്കിടം കൊടുത്താൽ അത് മനസ്സിൻ്റെ ആരോഗ്യത്തെ ബാധിക്കും. മനഃശാന്തിയും നഷ്ടപ്പെടും. സ്വന്തം ദുർബലതകളെ അതിജീവിക്കാനും ജീവിതത്തെ പൂർണ്ണമായി സ്നേഹിച്ച് അതൊരു അനുഗ്രഹമാക്കി മാറ്റാനും മനോനിയന്ത്രണവും മനഃശുദ്ധിയും അത്യാവശ്യമാണ്. ശരീരം സൂക്ഷിക്കുന്നത് പോലെ മനസ്സിനെയും നല്ലവണ്ണം ശ്രദ്ധിക്കുക. നല്ല ചിന്തകൾ വളർത്തുക. അങ്ങനെ സ്വന്തം ജീവിതവും മറ്റുള്ളവരുടെ ജീവിതവും ധന്യമാക്കുക. ഹരി ഓം നമഃ ശിവായ.